നമുക്ക് മുൻപിൽ ഒരു തടസ്സം വരുമ്പോൾ ആളുകൾ അതിനെ പല രീതിയിലാണ് നേരിടുന്നത്. ചിലർ അമ്പേ തളർന്നു പോകും, മറ്റു ചിലർ അതൊരു വളമായി ഉയർന്നു വരും. ഇങ്ങനെ ജീവിതത്തിലെ ആകസ്മികമായി സംഭവിച്ച ഒരു അവസ്ഥയെ വളമാക്കി മാറ്റി ആ തണലിലൂടെ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഒരാളുണ്ട്, രേണു. രേണു എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. കൊല്ലം സുധീരെ ഭാര്യ രേണു എന്ന് പറഞ്ഞാൽ ചിലപ്പോ കത്തും. അതെ, അത് തന്നെയാണ് അവരുടെ മാർക്കറ്റിംഗ് നെയിം. സുധീരെ മരണം ഒരു മറയാക്കി തന്റെ സ്ഥാനം ആളുകൾക്കിടയിൽ ഉറപ്പിക്കാനുള്ള രേണുവിന്റെ ശ്രമമാണ് നമ്മൾ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്നിരിക്കുന്നത്. ഈയിടയ്ക്ക് രേണുവും സോഷ്യൽ മീഡിയ താരമായ ദാസേട്ടൻ കോഴിക്കോടും ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നിരവധി പേരാണ് ഇരുവരെയും അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. അതേസമയം കടുത്ത വിമർശനങ്ങളും ധാരാളം ഉണ്ടായി. ഇപ്പോഴിതാ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളോടൊക്കെ പ്രതികരിക്കുകയാണ് രേണു. വീഡിയോ കണ്ട പലരും രേണുവിനോട് വല്ലാതെ ഇഷ്ടമായെന്നും എന്നാൽ അതിൽ ചിലർ ബോഡി ഷേമിംഗ് നടത്തിയെന്നും രേണു പറയുന്നുണ്ട്. ചുണ്ടിനടിയിൽ ഹാൻഡ്സ് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ബോഡി ഷേമിങ്ങിന്റെ ഭാഗമായതിനാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ നാടകത്തിന്റെ തിരക്കിലായതിനാൽ നിയമപരമായി പോകാൻ സമയമില്ലെന്നാണ് രേണു പറയുന്നത്. പല്ലിന് പ്രശ്നമുണ്ടെന്നും അത് ശരിയാക്കാൻ ശ്രുതിയോടൊപ്പം പോയിരുന്നുവെന്നും അത്തരം ചികിത്സയ്ക്കൊക്കെ പണം ധാരാളമായി വേണ്ടി വരുന്നതിനാൽ ഇനി വേണം അതൊക്കെ ചെയ്യാനെന്നും രേണു പറയുന്നുണ്ട്. അടുത്ത സെക്ഷൻ പിന്തുണയുടേതാണ്. ശ്രുതിയുടെ ഫാമിലി തുടങ്ങി സ്വന്തം ഫാമിലിയും കൂടെ അഭിനയിച്ച ദാസേട്ടൻ വരെയും രേണുവിന് നന്നായി പിന്തുണ കൊടുക്കുന്നുണ്ടത്രേ. പിന്നെ എല്ലാവരുടെയും ധാരണ മോശം പറഞ്ഞ് വീട്ടിലെത്താമെന്നാണ്. അത് നടക്കില്ലെന്ന് രേണു തീർത്തു പറയുന്നുണ്ട്. ദാസേട്ടൻ സഹോദരനെ പോലെയാണെന്നും ഇൻഫ്ലുവൻസർ ആയ പുള്ളി ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടെന്നും ആ ടീം മൊത്തം പിന്തുണച്ചുവെന്നും പറയുന്നു രേണു. മാത്രമല്ല തങ്ങൾക്ക് രണ്ടുപേർക്കും കംഫർട്ട് ആയതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലെന്നും ചേച്ചിയുടെ കൂടെ പഠിച്ച ഒരാൾ നല്ലോണം ചീത്ത വാക്കുകൾ വിളിച്ചെന്നും അയാളെയൊക്കെ നിയമപരമായി നേരിടുമെന്നും രേണു കൂട്ടിച്ചേർത്തു. നല്ല കാര്യം, ഒരാളെങ്കിലും പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് രേണുവിന്റെ ഉദ്ദേശവും. മനസ്സിൽ തിമിരം ബാധിച്ചവരാണത്രേ ഇങ്ങനെ ചെയ്യുന്നത്. സുധീയുടെ വീട്ടുകാരുമൊക്കെയായി നല്ല ബന്ധമാണെന്നും അവർ എല്ലാവരും ജോലി തിരക്കായതിനാലാണ് ഇങ്ങോട്ടേക്ക് വരാത്തതെന്നും വല്ലപ്പോഴും ഫോൺ ചെയ്യാറുണ്ടെന്നും പറയുന്നു രേണു. എല്ലാവർക്കും തന്നോട് നല്ല സ്നേഹമാണത്രേ. അവർക്കൊക്കെ ഈ വൈറലായ വീഡിയോ നന്നായി ഇഷ്ടപ്പെട്ടത്രേ. സ്വാഭാവികം. ഇതുവരെയും കൊള്ളാം. ഇനിയാണ് രേണു ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത്. രേണു ഒരു വിധവ ആയതുകൊണ്ടാണത്രേ പലരും രേണുവിനെതിരെ തിരിയുന്നത്. ഈ പറയുന്നവരുടെ വീട്ടിലാണ് ഒരു വിധവ ഉള്ളതെങ്കിൽ അവർ വീട്ടിലിരിക്കണമെന്നൊന്നും ആവശ്യപ്പെടില്ലത്രേ. പകരം സമൂഹത്തിലേക്ക് ഇറങ്ങി നല്ലോണം ജീവിക്കാനേ പറയൂ എന്നാണ് രേണു പറയുന്നത്. പക്ഷെ രേണു ശ്രുതിയാകുമ്പോൾ പ്രശ്നമാണ്. കാരണം രേണു പറയുന്നത് രേണു എന്ത് ചെയ്താലും വിവാദമാവുമെന്നാണ്. ഇതാ ഇവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അതെങ്ങനെയെന്ന് രേണു ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട രേണു, നിങ്ങൾ ഒരു വിധവ ആയതുകൊണ്ടും ഈ മേഖലയിൽ വലിയ മുൻപരിചയമില്ലാത്തത് കൊണ്ടും ഒന്നുമല്ല ആളുകൾ നിങ്ങളെ ഇങ്ങനെ വിമർശിക്കുന്നത്. ശ്രുതി മരിച്ച അന്നു മുതൽ ഒരാവശ്യമില്ലാതെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് ഫേമസ് ആയിട്ട് ഇതുപോലെ ഒരു എൻഡ് നടത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്ന് ആളുകൾക്ക് മനസ്സിലായത് കൊണ്ടാണ്. അന്ന് നിങ്ങളുടെ കൂടെ സങ്കടപ്പെട്ടവർ പെട്ടെന്നുള്ള നിങ്ങളുടെ ഈ മനമാറ്റം കണ്ട് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഫേമസ് ആവുന്നതും ജോലി ചെയ്യുന്നതും ഒന്നും തെറ്റല്ല. പക്ഷെ അത് ഈ രീതിയിൽ ആയതുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ ഇങ്ങനെ വിമർശിക്കുന്നത്. അതിന് ആളുകളെ മാത്രം തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുൻപിൽ വരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് നേരായ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് വളരാനുമാകും. നിങ്ങളുടെ മുൻപിൽ വന്നു ചേർന്ന അത്തരത്തിലൊരു അവസരമാണ് നിങ്ങളുടെ ഭർത്താവിന്റെ മരണം. അത് നിങ്ങൾ നന്നായി തന്നെ ഉപയോഗിച്ചു. അപ്പോൾ കുറഞ്ഞ പക്ഷം അതിന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ നിങ്ങൾ ബാധ്യതയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത് പ്രൈവറ്റ് ആക്കിയോ അല്ലെങ്കിൽ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആക്കിയോ മറ്റോ വെക്കണമായിരുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വൈറൽ ആവുന്നത് നിങ്ങളോട് ആളുകൾക്കുള്ള എതിർപ്പായോ സ്നേഹമായോ തെറ്റിദ്ധരിക്കേണ്ട. അത് കേവലം ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. അത് മോശ രീതിയിൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു ബിസിനസ്സുകാരുടെ മനോഭാവത്തോടെ ജീവിതത്തിൽ കരുക്കൾ നീക്കുന്ന നിങ്ങൾ ഈ തീയിലൊന്നും വാടരുത് എന്നാണ് ഞങ്ങളുടെ കുറഞ്ഞ പക്ഷം എന്റെയെങ്കിലും അഭിപ്രായം.